നമ്മൾ ചെറിയാന്റെ വീട്ടിലേക്ക് പോണ പപ്പായ കൊണ്ട് ചപ്പാത്തി കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ഒരു പപ്പായ കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോണേട്ടാ. ദൂരുളക്കിഴങ്ങാണ് കേട്ടാ. ഓർഗാനിക് പച്ചക്കറി കിട്ടുന്ന സ്ഥലത്ത് പോയിട്ടാണ് ചെറിയേട്ടൻ ദേ കണ്ട ബീട്രൂട്ടൊക്കെ എല്ലാ പച്ചക്കറികളും നുറുക്കിട്ടാ. ഒരു ചപ്പാത്തി ആൾക്ക് 2 ചപ്പാത്തി പച്ചക്കറി ഇല്ലേ? കുറുമക്കറിയിലെ സാധനം തുറന്നു വട്ടം കൂടി എല്ലാവർക്കും കഴിക്കാം. പച്ചക്കറി ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന കറിയാട്ടാ. ഒരു നീറ്റല് പോലെ വന്ന് ഭയങ്കര അപകട പപ്പായ പശ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. അങ്ങനെ നീണ്ട കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ചെറിയാട്ടൻ്റെ വീട്ടിലേക്ക് പോകണ ചെറിയാട്ടൻ ഒരു അത്ഭുത സാധനം നമുക്കായിട്ടല്ല എല്ലാവർക്കുമായിട്ട് ശരിയാക്കുന്നുണ്ട്. ചെറിയാണ്ടൊക്കെ വ്യത്യസ്തമാണല്ലോ കാര്യങ്ങളൊക്കെ. എടുത്ത് പറയേണ്ട ആവശ്യമില്ല. വ്യത്യസ്തമായിരിക്കും, ഹെൽത്തി ആയിരിക്കും. അതിന് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അത് കാണാനും ചെയ്യാനാണ് നമ്മൾ പോണത്. ഞങ്ങൾ മഴ ഉണ്ടാവുന്ന വിചാരിച്ചു. മഴ കുറച്ച് നേരത്തെ മഴ പെയ്തു. ഇപ്പോൾ നല്ല വേളം വെയിലായി. സമയം ഉച്ചരിഞ്ഞ് 5 മണി സമയമാണ്. അപ്പോൾ നമ്മൾ മാങ്ങക്കാലം കഴിഞ്ഞു. നടന്ന് മാങ്ങയൊക്കെ ഇമ്പി തിന്നേണ്ട ടൈം കഴിഞ്ഞു. ഭാഗ്യം വിചാരിക്കുന്നുണ്ടാവും കാണുന്നവര്. ഇനി അതും കാണിച്ചു കൊതിപ്പിക്കില്ലല്ലോ. ചക്കകളാണ് ഇങ്ങനെ വീട് കഴിയാറായി. തോമസ് മംഗലത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഞാൻ ഇന്നിപ്പോൾ എനിക്കിപ്പോൾ അവിടെ ചെന്നിട്ട് പണികളൊന്നുമില്ല. സരിതയാണ് ചേരാണ്ടൊപ്പം ഇരുന്ന് വർത്താൻ പറയാം. അപ്പം ഞാൻ നല്ല വേഷം ഇട്ടു. അവരൊക്കെ അവിടെ റേത്തിരിക്കുന്നില്ല. വേറെ ആരൊക്കെ ഉണ്ടല്ലോ. അവരോടൊക്കെ എടുക്കാതെ അങ്ങോട്ടിരിക്കും. ഒരാളുടെ രൂപങ്ങളെ മാത്രം കാണാനുള്ളത് ആരാന്ന് പോലും എനിക്ക് മനസ്സിലാവുള്ളൂ. ഇത് കിടന്നുറങ്ങാ? നീയല്ലേ ഇവിടെ അടുത്തെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. ആരോ ഉണ്ടെന്ന് മനസ്സിലായി. ആരാണെന്ന് അറിയില്ല. കണ്ണാട വെച്ചില്ലെങ്കിൽ എനിക്ക് ക്ലിയർ അല്ല. ഇത് നമിതാട്ടാ. ഭയങ്കര ബ്ലറാ. ഇത് നമിത. ഇത് ചെറിയ നീത്തി പ്രസീതയുടെ മോളാണ്. പ്രസീതേച്ചിനൊക്കെ എല്ലാവർക്കും അറിയാം. ചെറിയച്ചിയുടെ അനിയത്തിനെ കല്യാണത്തിന് എപ്പോഴാ വന്നേ? അതെ നമിത സുന്ദരിയല്ലോ. അതോടെ കാറ്റും കൊണ്ട് എവിടെ ഇരിക്കുക. പണ്ടേ സുന്ദരിയാണ്. ഒന്നും കൂടി സുന്ദരിയായിരുന്നു. അന്നൊക്കെ പല്ലി കെട്ടിയൊക്കെയല്ലായിരുന്നേ. ഇപ്പൊ അതൊക്കെ എടുത്തപ്പോ കുറച്ച് തടി വെച്ച് അന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു കല്യാണത്തിന്റെ സമയത്ത്. വീഡിയോയിൽ നിൽക്കല്ലേ? ചെറിയേട്ടന്റെ സ്പെഷ്യൽ സാധനം കാണാം. അതെ പപ്പായ കൊണ്ട് ചപ്പാത്തി കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ആയുധ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായ പൊടിക്കാൻ പോവാം. നമ്മുടെ ഗംഭീരനായ പപ്പായ മരത്തിന്റെ അടിയിൽ പോവാം. പച്ച പപ്പായ കൊണ്ടല്ലേ ചെയ്യാ? പച്ച മത്തങ്ങ ഞങ്ങൾ പച്ച ഞങ്ങൾ കോരിയാടൊക്കെ എടുക്കും. ചെറുത് വേണം. ഞങ്ങളത് ചേട്ടാ ഞാനിങ്ങോട്ട് ചെരിച്ചുള്ളത് പൊട്ടിക്കുക. ഈ ഭാഗത്തേക്ക് ചെരിച്ചുള്ളത് ലോഡ് കുറയാനായിട്ട് അത്രക്കല്ലേ ഉണ്ടാക്കണ്ടോ? ഇപ്പൊ ഒരു പപ്പായ കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോണേട്ടാ. പപ്പായ വേവിക്കലാണ് ആദ്യത്തെ പണി എന്ന് പറയണത്. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നു, ഒരു 3 വണ്ടി ആൾക്കാർ. അപ്പോൾ കുറച്ച് വൈകി. അപ്പോൾ അവരായിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്നത്. അവരിവിടെ പണ്ടത്തെ അയൽവക്കക്കാരുമാണ്. ഇപ്പം എവിടെയാന്ന്? ബോംബെയിലാ. അവിടെ ഇവിടേക്കാണ് ഇപ്പോൾ അല്ലേ? കോയമ്പത്തൂര് അങ്ങനെ പല സ്ഥലങ്ങളിലാ. ഇത് കുരു ഇല്ലാത്ത ഒരു പ്രത്യേക തരം പപ്പായാണ്. കുരുല്ലാത്ത പപ്പായ കണ്ട. ഇതിന്റെ പ്രത്യേകത ഇതില് വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ചിലരൊക്കെ ഇങ്ങനത്തെ ഈ സോഡയും ഇതൊക്കെ ഒഴിച്ചിട്ട് മദ്യം ഒഴിച്ച് കുടിക്കുന്നില്ലേ? ഇത് കടിച്ചിട്ടില്ലേ? എന്നാളൊരു വീഡിയോ കണ്ടാണ്. അത് കുക്കുംബറിന്റെ ഉൾഭാഗം തുറന്നിട്ട് അതിന്റെ ഉള്ളില് വോഡ്ക ഒഴിച്ചിട്ട് ഓരോന്നൊക്കെ മിക്സ് ചെയ്ത് അതുപോലെ ചെയ്യാന്ന് കണ്ട. അപ്പൊ ആദ്യം കഷ്ണങ്ങളാക്കണം. അതേപോലെ മത്തങ്ങയാക്കട്ടാ. അല്ലെങ്കിൽ ഇന്നിപ്പോ മത്തങ്ങ ചെയ്യണ്ട അല്ലേ? ഇനി കുഴക്കുമ്പോ 2 എണ്ണം കുഴക്കുന്നുള്ളൂ. പപ്പായ മതി. ഇത് തന്നെ പപ്പായക്ക് പകരം മത്തങ്ങ ഉപയോഗിക്കാം. ഇതേപോലെ തന്നെ ടേസ്റ്റ് മാറ്റം. ചേച്ചി ചടുപ്പിടുന്ന പണികള് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഷൂട്ടിങ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ചേച്ചി ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുവന്നേനെ. അത്ര സ്പീഡില് കഴിയും പരിപാടി. അല്ല അത് ഞങ്ങള് ഏതാണ്ട് ദിവസം ചപ്പാത്തി ഉണ്ടാക്കുമ്പോ ഇതിടും, അല്ലെങ്കിൽ മത്തങ്ങ ഇടും. അപ്പൊ ടേസ്റ്റ് മാറും. ഒത്തിരി മധുരം, ചെറിയൊരു മധുരം കയറി മത്തങ്ങേരെ മധുരം. ഇതിനങ്ങനെ വരില്ലല്ലോ. ഇത് കഴുകി കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിക്കുന്നു, വേവിക്കുന്നു. അപ്പം ഇത് വേവിക്കാൻ പോവാണ് കേട്ടോ. അതിൽ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് വേവിക്കാൻ പോണത്.
തുറന്ന് വെക്കണം ചൂടാറാൻ. ചൂടാറിയിട്ട് മിക്സിയിൽ അടിക്കണം. ചൂടാറാനായിട്ടേ ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാട്ടാ. ഇതൊരു പ്രത്യേക തരം, ഇതിന്റെ പേരെന്തുട്ടാ? ഇത് ഉരുളക്കിഴങ്ങാണ് കേട്ടാ. കണ്ട ഇരിക്കുന്നത് കണ്ട, വെള്ളാരങ്കല്ലാന്ന് വിചാരിക്കും. ഉരുളക്കിഴങ്ങാണ് ഈ സാധനം. ഇത് ചെറിയ പറയാ, അത് മെനക്കെട്ട പണിയാന്ന് ഇതിരുന്ന് തൊലി കളയണ്ട. അപ്പൊ വേവിച്ചിട്ട് കളയണോ? വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂടാറാൻ വെക്കേണ്ടി വരും അല്ലേ, തൊലി കളയണമെങ്കിൽ. അത് അങ്ങനെ കളയാനും പാടാ. കണ്ട കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടാ. ചെറിയ ബീട്രൂട്ട് ആണല്ലോ. ഇതൊക്കെ അങ്ങനത്തെ ഒന്നല്ല, ഇതൊക്കെ നമ്മൾ ലോക്കൽ സാധനം നല്ലത്. ഇത് അത്രയും ഓർഗാനിക് സാധനങ്ങളാണത്. ഓർഗാനിക് പച്ചക്കറി കിട്ടുന്ന സ്ഥലത്ത് പോയിട്ടാണ് ചെറുകേട്ടൻ ദേ കണ്ട ബീട്രൂട്ടൊക്കെ ഒട്ടും വളടാണ്ട് അങ്ങനത്തെ ജൈവം മാത്രം ചെയ്തിട്ട് കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചോണ്ടേ. അപ്പൊ ചേച്ചി പറയാം, ഇവിടെ നമ്മൾ വെറുതെ ഇരിക്കാന്ന് വിചാരിക്കുന്നത്, കുഞ്ഞീതുകളാകുമ്പോ പണി കൂടുതലല്ലേ, തൊലി കളയാൻ എല്ലാത്തിനും. ഞാൻ നുറുക്കാം. ചെറുകേട്ടൻ നുറുക്ക ഇഷ്ടമായിട്ട് ചെയ്യണതാ. ഞാൻ തന്നെ നോക്കാറ്. എന്നിട്ടാ ചോദിക്കണേ ഇതെന്തോരാന്നൊക്കെ. അങ്ങനെ നോക്കാറില്ല, ഞാൻ നോക്കാറ് വേവിക്കലും. ഈ പപ്പായ വേവിച്ചത് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചൂടാറി. അപ്പോൾ അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വേണം ഇനി അത് കുഴയ്ക്കാൻ. ചേച്ചി അത് അടിച്ചിട്ട് വരും. പപ്പക്കായ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നു. അതിലേക്ക് ഇനി ഗോതമ്പ് പൊടി ഇടണം. നോക്കാം, കുഴച്ചിട്ട് നോക്കാം. ഇതിലേക്ക് ഇനി വേറെ വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യില്ല. ഇതിന് കുഴയ്ക്കുമ്പോൾ ഇനി വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഗോതമ്പ് പൊടി ഇനി ഇടും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കുഴയ്ക്കാൻ പോവാണ്. ഉപ്പ് ഇവിടെ വളരെ കുറവ് ഉപയോഗിക്കുള്ളത്, കാരണം ചേച്ചി ഇത് ഇത്തിരി ഉപ്പ് ഇടണുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ചെറുകേട്ടൻ ചെയ്തൊരു പരിപാടി കണ്ടാ. ഞാൻ വിചാരിച്ചത് ഈ സാധനം ഈ കുറുമക്കറിയിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുവച്ചതാണ്. ഗ്രീൻ പീസും പിന്നെ ബീൻസും ഇതിലേക്ക് ഇടാനുള്ളത് തന്നെയാ. കുറുമക്കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിട്ട് തനി പച്ചയത്. പച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പയറ് മേടിച്ച് അല്ല, മനസ്സിലായി, അത് മേടിച്ച് തൂര പോലെ മേടിച്ച് പൊളിക്കുന്നതാണ്. ഇതിലപ്പോ ആർട്ടിഫിഷ്യലായിട്ട് കളറൊന്നും കയറ്റിണ്ടാവില്ല. ഇത് ആ കളറിന് ഉണ്ടാവും. ഇത് ഈ പൂട്ടുംകുമ്പത്തിൽ വെച്ചിട്ട് ആവി കയറ്റി എന്നിട്ട് ലാസ്റ്റ് കുറുമക്കറിയിലെ ലാസ്റ്റ് കറി ആയതിനു ശേഷം ഇത് ഇട്ട് കൊടുക്കുള്ളൂ. അല്ലാണ്ട് അതിലിട്ട് വേവിക്കില്ല. അതിലിട്ട് വേവിക്കില്ല. കുഴച്ചപ്പോ വെള്ളം കൂടുതലായിട്ട് അപ്പൊ അതേ കുറച്ചുകൂടി പൊടി ഇടുന്നു. പറക്കൂല്ലേ? സാധാരണ പപ്പായ ആവിയിലാന്ന് വേവിക്കാറ്. ആവിയിൽ വേവിച്ചിട്ട് അരയ്ക്കുമ്പോ ഇത്ര വെള്ളം ഉണ്ടാവില്ല. വെള്ളം ഒഴിച്ചിട്ടല്ലേ വേവിച്ചേ, അതുകൊണ്ട് വെള്ളം കൂടുതലാണ്. അതുകൊണ്ട് പൊടിയും കൂടുതൽ ചേർക്കേണ്ടി വന്നു. ഇപ്പൊ മറ്റേ മില്ലറ്റൊക്കെ കൂടി ചേർത്തിട്ട് പൊടിച്ചിട്ട് വെക്കാറില്ലേ? ഗോതമ്പ് പൊടി വേറെ, മറ്റേത് പൊടിച്ച് വേറെ വെക്കില്ലേ? ഈ ജീൻസും ഇതും ബനിയനും ഓവർകോട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ തോർത്തുമുണ്ട് തോളത്തിട്ടിരിക്കും. പാചകം ചെയ്യുമ്പോഴൊരു ചിഹ്നത് കൈയടക്കി തുടക്കാനല്ലേ? നമ്മളീ പാചകത്തില് അവര് കണ്ടിട്ടില്ലേ ഇപ്പം തോർത്തിങ്ങനെ എന്നിട്ട് അടയ്ക്കാൻ തുടക്കും. ഇതില് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. നല്ല മണം നെയ്യ് ഉണ്ടാക്കണല്ലേ. എല്ലാ പച്ചക്കറികളും നുറുക്കിട്ടാ. അതിലത്തെ ഉരുളക്കിഴങ്ങ് മാത്രം ഇങ്ങനത്തെ ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ തന്നെ ഇട്ടു.
അപ്പോൾ ചേച്ചി ചപ്പാത്തിക്ക് കുഴക്കണ സമയത്താണ് ഞാൻ ഈ ക്യാരറ്റും പിന്നെ ബീട്രൂട്ടൊക്കെ നുറുക്കിയത്. അപ്പം ഞാനിതൊക്കെ ദേ ചെറുതാക്കി നുറുക്കി. ശരിക്കും ഇങ്ങനെ എല്ലാം നുറുക്കണ്ടെന്ന് വലുതാക്കിയിട്ടാണ് ചേച്ചിയൊക്കെ വെട്ടി നുറുക്കിയിടുന്നത്. എന്നിട്ട് ഇത് വേവിച്ചിട്ട് ഉടക്കിയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കറിക്ക് ടേസ്റ്റ് ഇല്ലെങ്കിൽ ചേച്ചി ഉത്തരവാദി അല്ലാന്ന് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉടഞ്ഞില്ലെങ്കിൽ അതെ, ഉടഞ്ഞാലല്ലേ ചാറ് നല്ല കട്ടിയായിട്ട് വരുള്ളൂ. പച്ചമുളക് വേണം. അപ്പൊ ഇതൊക്കെ എടുത്തു വെച്ചു. ഇനി ഇതിലും തുട്ടേക്ക് ഇടണേ. കറിവേപ്പില ഇട്ടു, പിന്നെ ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞത് ഇട്ടു കേട്ടാ. വെള്ളമൊഴിച്ച് ഇളക്കി. ഉപ്പിടില്ലേ? ഉപ്പിട്ടു. പിങ്ക് സോൾട്ടാണ് കേട്ടോ, അതാണ് ആ കളറ്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് അടുപ്പത്ത് വെക്കാൻ പോവാണ്. എനിക്ക് എന്തുട്ടാ പറ്റിയെന്ന് അറിയില്ല. ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഒരു നീറ്റൽ പോലെ വന്നു. ഇപ്പം എനിക്കിവിടെയൊക്കെ ഭയങ്കര നീറ്റം. അപ്പം ഞാൻ വെളിച്ചെണ്ണ വരട്ടാം. അപ്പോൾ കുക്കർ എല്ലാ സാധനങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടാ. ഇനി ചപ്പാത്തി പരത്താൻ പോകും. ഈ സാധനം ഇട്ടിട്ടില്ല കേട്ടാ. ഇത് ചെറുട്ടൻ ആവിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി വെച്ചേക്കാണ്. ഇതിന് ലാസ്റ്റ് ഇട്ട് കൊടുക്കുള്ളൂ. പച്ചക്കളർ പോവാതിരിക്കുക. ഇതിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ചക്കളർ പോവും. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആവിയിൽ വേവിച്ച് വെച്ചാണ് ലാസ്റ്റ് ഇടുള്ളൂ. അല്ല, നല്ലത് ആരോഗ്യത്തിന് നല്ലത് തന്നെ. ഓവർ കുക്ക് ആവില്ലല്ലോ. അപ്പോൾ ചേച്ചി ചപ്പാത്തി പരത്തി തുടങ്ങാൻ പോവാണ് കേട്ടോ. ചപ്പാത്തി പരത്തിലൊക്കെ എല്ലാ സ്ഥലത്തും പോയി ചെയ്യുന്ന പോലെ തന്നെ. പാത്രം വേണ്ട, അത് വെക്കാന്ന്. സരിതയ്ക്ക് കണ്ണ് നേറിയിട്ടുണ്ട്. ചപ്പാത്തി തട്ട് ചിലരുടെ മുന്നേ അടപ്പിട്ട് വയ്ക്കാൻ പോകട്ടാ. ചപ്പാത്തി വരെ ചൂടുപിടുന്ന അല്ല ചാടുപിടുന്ന അവിടുത്തെ ഫസ്റ്റ് ചപ്പാത്തി അവിടുന്ന് എടുത്ത് പോകണം നിങ്ങൾ കാണിക്കുന്നത്. നീ വേണേ വിടുന്നോ? ആ, നല്ല ഐഡിയ. സരിതയ്ക്ക് കണ്ണ് നീറാന്ന്. കണ്ണ് നീറുന്നത് പപ്പകായരെ പശേനെയ്യാ മൂത്ത്. പശ എവിടെയല്ല നന്നാക്കിയത്. അങ്ങനെ തുടച്ച് ഉണ്ടാവും. ഫസ്റ്റ് ചപ്പാത്തി പൊന്തി തുടങ്ങി. ആദ്യത്തെ വലിയ കാര്യമായിട്ട് ആവില്ല. നല്ല രസമാണ് കിടക്കാൻ. ഭയങ്കര കാര്യം. ഇടിവെട്ടാണ്ടിരുന്നാൽ മതി. പിന്നെ ഞാൻ അവിടെ ഇരിക്കില്ല, അകത്തേക്ക്. ഇടിവെട്ടി കഴിഞ്ഞിട്ട് ചേരേട്ടൻ മുങ്ങെന്ന് പറയുന്നത് ജാതികാരനെ. മഴക്കാരായി തുടങ്ങിയിട്ടാ. 7 ജില്ലകളിലേക്ക് യെല്ലോ അലർട്ടാടാ. തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര മഴയെന്ന് പറയുന്നു. അതിടയ്ക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ ആദ്യത്തെ നമ്മുടെ പപ്പായ ചപ്പാത്തിന് കേട്ടാ. ആരെങ്കിലും വിശ്വസിക്കൂ? ആരെങ്കിലും വിശ്വസിക്കൂ പപ്പായ ചപ്പാത്തി എന്ന്? പപ്പായ അങ്ങനെ ഗോതമ്പ് പൊടി കുറച്ച് ചേർക്കണം. അതില്ലാണ്ട് പറ്റില്ലല്ലോ. പിന്നെ അല്ല, പകുതി മതിയല്ലോ. പകുതി ചെയ്യാലും. അപ്പോൾ ഒരു ചപ്പാത്തി ആൾക്ക് 2 ചപ്പാത്തി. ഇത് പച്ചക്കറിയല്ലേ? മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടിന് ഇപ്പോഴും തന്നെ ആവില്ല. ഇതൊരെണ്ണത്തം മാത്രം ആദ്യത്തെ ആവാനത്തിന് സമയം ആയി. ഇത് നമ്മൾ തിന്നുട്ടാ. അടിപൊളി ചപ്പാത്തിയാ. അറിയില്ലേ ഇതൊന്നും? പിള്ളേരുകളൊക്കെ പറ്റിക്കാൻ സുഖമല്ലേ? പപ്പകായും മത്തങ്ങയും പടവലയും ഒക്കെ അരച്ച് ചേർത്ത് ഗോതമ്പ് പൊടിയിലൊപ്പം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുരിങ്ങയില ഒക്കെ വെച്ച് അലക്കാം. മുരിങ്ങയില കണ്ടു കഴിഞ്ഞാൽ പച്ച കളറായിരിക്കില്ല. ഇതങ്ങനല്ലേ, ഇതിൻ്റെ 100 ഉണ്ടല്ലോ. അത് ഇതായിട്ട് ചേരുന്നതല്ലേ. മറ്റൊന്നും ചേരുന്നതല്ലല്ലോ. ഫസ്റ്റ് ചപ്പാത്തി ഇതിരിക്കിടുന്നു കേട്ടാ. ഇതടുത്തിടുന്നു. ഇതായി കാരണം ഇങ്ങനെ ഇരിക്കുന്നേ. അല്ലെങ്കിൽ മറ്റേ ചപ്പാത്തി ഇങ്ങനെ ഇരിക്കില്ല. അത് വടി പോലെ ഇരിക്കും ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. ഇത് ഇത്തിരി തളർച്ചയുണ്ട്. ഇത് നാളെ എടുത്താലെങ്കിൽ ഇതേപോലെ തന്നെയാവും. നല്ല രസമുണ്ട്. വൈകുന്നേരത്തെ വൈബ് കണ്ടോ ഇവിടുത്തെ? കുറേ നാളായി നമ്മുടെ ഇവിടെയൊക്കെ കിടന്ന് നടന്നിട്ട് അല്ലേ. ആദ്യം എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഇതിൽ നടക്കും. അല്ല, ഞാനൊന്നും പണിയില്ല. പിന്നെ ഇവിടേക്ക് ഇരുട്ടാണ്. പറമ്പനല്ലേ ടൈസ 13 വയസ്സുള്ള ടൈസനാണ് ഇത് കിടക്കുന്നത്. അവിടെ പിന്നെ ഇരുട്ടാ. സജീവൻ അവിടെ ഇല്ല. സജീവൻ മൂന്നാർക്ക് പോയേക്കാം. നല്ല ഇളം കാറ്റ്. അവർ നോക്കിയാൽ അതുപോലെ മറ്റേ സിനിമകളിലൊക്കെ കാണുന്ന പോലെയാണ് ഭാര്യയും ഭർത്താവ് ഇരുന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത്. അല്ല, ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇങ്ങനെ കാണുമോ സത്യത്തിൽ? ഇങ്ങനെ ഇത് കാണുമ്പോൾ കുറേ പണിയുണ്ടെന്നൊക്കെ വിചാരിക്കും.
അത്ര വലിയ പണിയൊന്നും വീഡിയോ പിടിക്കുന്ന പണി വീഡിയോ പിടിക്കുന്ന കാരണം കുറേ പണിയൊന്നുമില്ല സാധനം തെറ്റി വന്നിരിക്കുന്നത് മറ്റേ പപ്പായ നമ്മൾ ആ വേവിച്ച് എപ്പോഴെങ്കിലും എടുത്ത് അടിക്കുന്നത് അത് കുറയ്ക്കിന് ഉണ്ടാക്കില്ല അത്രേ ഉള്ളത്. ബുദ്ധിമുട്ട് ഒരു പണിയില്ലാടത്തില്ലേ? യാതൊരു പണിയുമില്ല. കാണുമ്പോൾ ശരിക്കും ഭയങ്കരമാണ്. അത് നമ്മൾ ഇവിടേക്ക് കൊണ്ട കാരണമുള്ള പണി. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നന്നാക്കണ സാധാരണ കറി വെച്ച് കഴിക്കുന്നത് ചപ്പാത്തിൻ്റെ അത്രേ ഉള്ളൂ. സിമ്പിൾ പണിയാണത്. അടുത്തതായി രണ്ടാമത്തെ ചപ്പാത്തി. ഇത് വിസിലടിച്ചിട്ടില്ല. ഏയ് ഇത് വിസിലടിക്കില്ല കേട്ടാ. വിസിലടിച്ചിട്ട് നമുക്ക് അടുത്ത പണി ഇരിക്കും. അപ്പോൾ ചപ്പാത്തി വേഗം വേവിക്കൽ കഴിയും. എത്ര വേണം? ഒരു വിസിലടിച്ചാൽ മതിയാ? 3 2-3 വിസിലടിക്കില്ല കേട്ടാ. അടുത്ത വിസിൽ ചേരാണ് വിസിൽ പേടിനെ. നമുക്ക് ഇടിവെട്ട് പേടിയുള്ള തന്നെ ഒരു മിന്നൽ രാത്രി എപ്പോഴായാലും ഒരു മിന്നൽ വന്നു കഴിഞ്ഞാൽ നിമിഷം ഞാൻ ഇരിക്കും. ഗുഡു ഗുഡു എന്ന് പറയുമ്പോഴേക്കും നമ്മളെ ഇരിക്കും. ആ സമയത്ത് പേടിയില്ല, അതൊരു ഇതറിയില്ല. ആ ഉണ്ട്. നമ്മുടെ സതീഷിനറിയില്ലേ, നമ്മുടെ കുമ്പിളീരെ ഒരു സമയം ഞാൻ വരുമ്പോൾ നമുക്ക് കുട്ടിന്ന് പറഞ്ഞാൽ മരണ ഇടിവെട്ട്. അപ്പിൻ്റെ നമ്മൾ ഓട്ടി ഇങ്ങനെ വരുമ്പോൾ ഇവൻ അവിടുന്ന് സൈക്കിൾ നടന്ന് തള്ളി വരുന്നു. അപ്പുറം നല്ല സുഖം. അപ്പം ഞാൻ അത്ഭുതം, ഇത്രയും വലിയ ഇടി വെട്ടുമ്പോൾ നമ്മളൊക്കെ ജീവനും കൊണ്ടിട്ട് ഓടുക എന്നുള്ളതല്ലോ ഓടുന്നത്. അപ്പം ഒരു പേടിയില്ല. സാധാരണ സൈക്കിൾ ചവിട്ടി വരാ ചെയ്യാ. ചവിട്ടി എങ്ങനെയാ വീട്ടിൽ അവനും തീരെ പേടിയില്ല. നമ്മൾ ഓട്ടുകമ്മിൽ പണിയുമ്പോൾ ഒരു ദേവസേട്ടൻ നടന്നു. ഭയങ്കര പാള് 10-12 മണി നേരത്തെ സൺബ്യൂസിൽ കുസാന്ന് പറഞ്ഞാൽ പുറേ അകലിന് കാട്ടിക്കോടാ. പിന്നെ അറ്റത്താണ് ആളാ സിനിമ ഇട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവും. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആള് അപ്പോൾ ആൾക്ക് ജീവിതത്തിനൊരു പേടിയില്ലാത്ത ആൾക്കാരനത്. അപ്പോൾ നമ്മളഞ്ഞ പോലെ പാമ്പുണ്ടാവും, അതുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഇത് അങ്ങനത്തെ പേടിയൊന്നുമില്ല. പണ്ട് നമ്മൾ ആലോചിച്ച് ചെയ്ത് ആ പറമ്പിൽ അവിടെ കിടക്കും. ആ വഴിയിൽ നിന്ന് വരുന്നിടത്തൊക്കെ ഞങ്ങൾ പായിട്ട് കിടക്കാറുണ്ട്. രാത്രിയൊക്കെ നമുക്ക് എല്ലാം ഒന്നിനും പേടില്ല. അത് ഇന്ന് ഇവിടെ കിടക്കാൻ പറ്റില്ല, നമുക്ക് പാമ്പ് വരുമോന്ന് അങ്ങനെയില്ലേ? പണ്ട് നമുക്ക് അങ്ങനത്തെ യാതൊരു പേടി ഉണ്ടാവില്ല. അതിന് ആദ്യകാലത്തൊക്കെ ഇറയത്തല്ല കിടക്കാറ്. ഇതിപ്പോൾ ഇത്രയും നല്ല ഇറയായിട്ട് പോലും ഒരാൾക്ക് ധൈര്യം ഉണ്ടാവില്ല കിടക്കാൻ. പണ്ട് മിറ്റത്ത് കിടക്കും, കളത്തിലൊക്കെ കളം മറ്റേ അടിച്ചിട്ടേ ഇങ്ങനത്തെ സ്ഥലത്ത് വായിട്ട് കിടക്കും. ഇന്ന് പറ്റില്ല, കിടക്കാൻ ധൈര്യം ഉണ്ടാവില്ല. നമുക്ക് പാമ്പ് കടിക്കുമെന്നുള്ള പേടി, കള്ളന്മാരെ അങ്ങനെ കുറേ പേടി. പാമ്പ് ഒന്നുമുണ്ട്, പക്ഷെ നമുക്ക് പേടി ഇല്ല. അന്നാ അതിനെ കുറിച്ച് ആലോചിക്കില്ല. കുടുംബമാകുമ്പോ പേടി വരും. കൂടും കുട്ടികളൊക്കെ ആകുമ്പോ അന്ന് അച്ഛനമ്മമാർക്ക് പേടിണ്ടാവും. മക്കളെ മിറ്റത്ത് കിടക്കണമ്പോ എവിടെ പേടി, അവര് ശ്രദ്ധിക്കുന്നില്ലേ? അത് 5-8 ഓരോ വീട്ടിലും മാറ്റുണ്ട്. അങ്ങനത്തെ മാറ്റുണ്ട്. ഇനി ഒരു വിസിൽ കൊണ്ട് അടിച്ചാൽ മതി. അത് നിർത്തിയാ? അതിന് തീ ഓഫ് ചെയ്തിട്ടാ. തീ ഓഫ് ചെയ്തു. 3 വിസിലടിച്ചപ്പോൾ തീ ഓഫ് ചെയ്തു. ഇനി അത് ചൂടാറി കഴിഞ്ഞ് തുറക്കുക, കാച്ച ചപ്പാത്തി ആയിട്ട് തിന്നാം. ആ സരിതര ഉഷാറൊക്കെ പോയി. അതെ പപ്പായ നന്നാക്കിണ്ടായിരുന്നു. ഇത് കൈ കുത്തിയിരുന്നു. ഇത് വിളല്ല ഇവിളാ. പക്ഷെ ഈ വിള അവിടെ പിന്നെ കൈ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് വല്ല മുഖത്ത് തുടച്ചിട്ടുണ്ടാവും. എന്നിട്ടപ്പോ കൈ കൊണ്ട് മാന്തിന്റെ അങ്ങനെ എന്തും ചെയ്യാലോ. ആ ഭയങ്കര അപകട പപ്പായയുടെ പശ അതാവും. എന്തെങ്കിലൊക്കെ ആക്കുണ്ടാവില്ലേ കെമിക്കൽ. അതിനാണ് ഈ പശ എങ്ങനെ എടുത്തു പോണ്. ആ ബ്ലേഡ് കൊണ്ട് വരഞ്ഞിട്ട്. പക്ഷെ അതെന്തെങ്കിലും ചെയ്യാണ്ട് ഉണ്ടാവില്ലല്ലോ. ഇത് നേരിട്ടുള്ള പശ ചെല്ലല്ലേ മോത്തിക്ക്. അവളവിടെ കൈ വെച്ചിട്ടുണ്ടാവും. നന്നാക്കിയത് അവളൊന്നല്ല, പക്ഷെ അവളറിയാണ്ട് അവൾ തുടച്ചിട്ടുണ്ടാവും. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലേ? ഇനി വന്നു. ഇനി ചപ്പാത്തി കൂട്ടാൻ കഴിക്കുക എന്നുള്ളത് മാത്രമല്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അതിനോട് പ്രതികാരം ചെയ്യാ. പപ്പായയോട് പ്രതികാരം ചെയ്യാം. നിന്നെ ഞാൻ കടിച്ചു മുറിച്ച് തിന്നു. ലാസ്റ്റ് അങ്ങനത്തെ
നമ്മുടെ ലാസ്റ്റത്തെ ചപ്പാത്തി ചിരടത് ചുട്ടുകൊണ്ടിരിക്കുകയാണിത്. ഇപ്പോൾ അടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ കൂട്ടാൻ കാച്ചാൻ പോവാണ്. അല്ലട പീടിയ പോയേക്കുക. ജഗ് പോരും. തീ ഓഫ് ചെയ്തു. ചേട്ടാ ചപ്പാത്തി നോക്കി എല്ലാവരും പറയൂ. ഇതിന് കാച്ചാൻ മതി. തുറക്കാൻ പോകട്ടെ. തുറന്നു. കുറുമക്കറിയിലെ സാധനം തുറന്നു. അരിക്ക് ഇടാൻ പോണത് ഈ ഗ്രീൻ ബീൻസ് ഇടാൻ പോകണട്ടെ. വേവിച്ച് വെച്ചത് ഇതായിട്ടു കേട്ടാ. അത് വെറുതെ ഇളക്കണോ? ആവി കയറ്റി ആ പച്ച കളർ നിൽക്കാനാ. ഉരുളക്കിഴങ്ങ് ഉടഞ്ഞിട്ടില്ല ശരിക്കും. അതങ്ങനെ കിടന്നാൽ മതി. അതൊരു രസമല്ലേ കിടക്കണാണ്. ഇത് ഇളക്കണം കേട്ടാ. ഇളക്കി ഉടക്കണ്ട ചേരട്ടെ. കിടക്കട്ടെ. ഇത് കാച്ചാൻ പോകണം കേട്ടാ. ചേരേട്ടാ അതൊക്കെ വെറുതെ ഉടക്കിണ്ടിട്ട് ഉരുളക്കിഴങ്ങിനൊക്കെ. ചേച്ചി ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. കാച്ചാൻ പോണ്. കടുക്. സമയം 7:15 വൈകുന്നേരം. പക്ഷേ ഭയങ്കര ഒരു സ്വല്പം മസാലപ്പൊടി ഇട്ടുണ്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങ് നടുമുറിച്ചിട്ട് നടന്നില്ലേ? മറ്റേ പോലെ ഇത് അങ്ങനെ ഉടക്കില്ല. നടുമുറിച്ച് കഴിഞ്ഞാലേ തിരുവണി ചെറുതാവുമല്ലോ. അപ്പോൾ ഉള്ളിലേക്ക് വേവ് കയറുമ്പോൾ ഉടയ്ക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. വേവ് കയറിയിട്ട് ഉത്തര നേരം 3 ദിവസം അടിച്ചല്ലേ. ഈ കറി പച്ചക്കറി ഇഷ്ടമുള്ളവർക്കാണ് അത് ഇഷ്ടപ്പെടുക കേട്ടോ. പാത്രം ചൂടായി. അപ്പോൾ അരിക്ക് കടുക് ഇടണം. കടുക് പൊട്ടി കഴിഞ്ഞ് ഉഴുന്നും പരിപ്പ്, വറ്റൽമുളക്, പിന്നെ ഇത് ഇളക്കണം. അങ്ങനെ ഉഴുന്നും പരിപ്പൊന്ന് ചെറുതായിട്ടൊരു കളർ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിക്ക് വേപ്പിലിടാം അല്ലേ. കറിവേപ്പിലിട്ട് അങ്ങനെ സെറ്റായി. തീ ഓഫ് ചെയ്തു. കഴിഞ്ഞ് പരിപാടി. ഇവിടെ നിന്ന് വട്ടം കൂടി ഇരുന്നിട്ട് എല്ലാവർക്കും കഴിക്കുക. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. നല്ല കാറ്റ്. ഇത് പച്ചക്കറി ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന കറി കേട്ടാ. നല്ല സോഫ്റ്റ് ആയിട്ട് സാധനം. അതെനിക്കൊരു ഉരുളക്കിഴങ്ങ് കിട്ടി. ജഗു നല്ല കഴിച്ച എന്തുവാ? നല്ല സുഖമായിട്ടിരിക്കാൻ. കാറ്റുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് പച്ചക്കറി ഇഷ്ടപ്പെടുന്നവർക്കുള്ള കറിയാണ്. നല്ല രസമായിട്ട് തിന്നാനായിട്ടേ. ഇത് മതി. നീ കട്ടി നല്ല കട്ടിയുണ്ട്. നീ കട്ടി പോലെ. ഇത് നാളെ കാലത്ത് എടുത്ത് നോക്കിയാൽ ഇതേ പലിക്കുന്നുണ്ട്. നേരെ ഒരു പപ്പായ പപ്പായ അല്ല ചപ്പാത്തി. നിങ്ങളുടെ മത്തങ്ങയൊക്കെ മുഴുക്ക ഞങ്ങള് മത്തങ്ങ ചേർക്കുമ്പോ ഇത്തിരി മധുരം വരുന്നു മാത്രം. ചപ്പാത്തി അപ്പൊ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. നല്ല രസമുണ്ട് കേട്ടോ. ചപ്പാത്തി തന്നെ തിന്നാൻ തന്നെ നല്ല രസം. കുമ്പളങ്ങ പറ്റില്ല. അത് വേറെ വെള്ളം പോലെ എന്താ മത്തങ്ങ ആയതുകൊണ്ട് പല ഉള്ളിലും മധുരം വെച്ച് ചെറിയ മധുരം വെച്ചാലും പലഹാരങ്ങൾ ഉണ്ടാക്കും. വരുന്ന മത്തങ്ങ ആകുമ്പോൾ ഈ കുഴച്ചിട്ട് ഇങ്ങനെ ആവി അടിക്കുക. ഇത് വെള്ളം കൂട്ടണം കേട്ടോ. ഗോതമ്പ് പൊടിയിൽ ഇത് ഒഴിച്ചാൽ മതി. ആവി കയറ്റിയിട്ട് നല്ലതാ. അപ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിലാകുമ്പോൾ ആ വെള്ളം കുറെ ഇതുമ്മ കയറുന്ന തന്നെ. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ചപ്പാത്തി അതിൻ്റെ കൊണ്ട് കുഴപ്പമില്ല. വീട്ടിലേക്ക് ആകുമ്പോൾ ആവി കയറ്റിയാൽ നല്ലത്. കറി അടിപൊളിയാ. അതല്ലേ പറഞ്ഞ പച്ചക്കറി ചേട്ടാ കൂട്ടാണത്. അടിപൊളിയുണ്ട് ഇന്നത്തെ ഭക്ഷണം. ഇതിപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നില്ല. ഏത് വീടിൻ്റെയാണ് റോഡിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞ് കഴിക്കാൻ പറ്റുന്നത് സൗകര്യം അല്ലേ. ഭാഗ്യം. ഇവര് മാവ് പൊളിച്ചപ്പോ ഇത് കളയാൻ പറഞ്ഞതാ. മാവ് നിന്നോടെ തറയട്ടത് ചെറിയേട്ടന്റെ മാവ് കേട് വന്നു അല്ലേ. അല്ല ഷീറ്റ് അടിച്ചപ്പോ അമ്മക്ക് തടസ്സം വരും. മാവ് മുറിച്ച് കളഞ്ഞപ്പോ ആ തറേനെയാണ് ചെറിയേട്ടൻ ഇതിലേക്ക് മാറ്റി. നല്ലൊരു മണ്ഡപം
അപ്പോൾ ഇനി ഞങ്ങൾ കഴിച്ച് ആർമാദിക്കില്ല.